പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +2 അക്കൗണ്ടൻസിയുടെ പുതിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ +2 അക്കൗണ്ടൻസിയുടെ സെക്കൻഡ് ചാപ്റ്റർ അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ്, അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. 1-2 പ്രോബ്ലംസും നമ്മൾ ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതിൻ്റെ കുറച്ച് പ്രോബ്ലംസും നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും നിങ്ങളുടെ അക്കൗണ്ടൻസി ടെക്സ്റ്റ് അതുപോലെ നോട്ട് തുറന്ന് വയ്ക്കുക. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. Calculation of interest on capital. The interest on capital is paid to partners as a compensation for the capital contribution to the firm. Interest on capital പാർട്ട്നേഴ്സിന് കൊടുക്കുന്നത് ആസ് എ കോമ്പൻസേഷൻ ഫോർ ദ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങുമ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്കായി കൊണ്ടുവരുന്ന ഇനീഷ്യൽ എമൗണ്ടിന് അവർക്ക് കൊടുക്കുന്ന ഒരു കോമ്പൻസേഷനായിട്ടാണ് കാണുന്നത്. ദ ലോജിക് ബിഹൈൻഡ് allowing interest on capital contribution is: first one, had the amount invested outside the business, it would have earned a normal rate of interest. Suppose the same partner ഈ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പുറത്തെവിടെയെങ്കിലും വേറെ ഏതെങ്കിലും ബിസിനസ്സിലോ അല്ലെങ്കിൽ ബാങ്കിലോ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് അതിൽ നിന്ന് മറ്റൊരു വരുമാനം കിട്ടിയേനെ. If the partners have contributed varying amounts disproportionate to their profit sharing rights, the partners who has contributed more will be at disadvantageous position. Suppose ഒരു പാർട്ട്ണർഷിപ്പ് ഫേം അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആയിരുന്നു അല്ലെങ്കിൽ ഈക്വൽ ആണെന്ന് വിചാരിക്കുക. പക്ഷേ അവിടുത്തെ പാർട്ട്നേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റൽ വാരിയിങ് പ്രൊപ്പോർഷനേറ്റ് ആണ്. അതായത് ഇപ്പോൾ ഈക്വൽ അല്ല, അവർ കൊണ്ടുവന്ന ചില ആളുകൾ കൂടുതൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈക്വൽ റൈറ്റ്സ് ആണെങ്കിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുമ്പോൾ എല്ലാ പാർട്ട്നേഴ്സിനും ഈക്വൽ പ്രോഫിറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ. അവർ ക്യാപിറ്റൽ കൂടുതൽ കൊണ്ടുവന്നു എന്നുള്ളത് അവിടെ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉള്ളത് കൊണ്ട് അവർക്കത് ഓവർകം ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ലോജിക് ബിഹൈൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് എൻ എക്സ്പെൻസ് ഫോർ ദ ഫേം ആൻഡ് ഗെയിൻ ഫോർ ദ പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വലി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും അത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും വരച്ചപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർക്കതൊരു എക്സ്പെൻസ് ആണ്. കാരണം അവർക്കത് പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ടതാണ്. ദെൻ പാർട്ട്നേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർക്ക് കിട്ടുന്നതാണ്, അതൊരു ഗെയിൻ ആണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ടു ബി അലൗഡ് ടു ദ പാർട്ട്നേഴ്സ് ഓൺലി ഇഫ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡ്സ് ഫോർ ഇറ്റ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലോ ചെയ്യുന്നത് ഓൺലി ഇഫ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡ്സ് ഫോർ ഇറ്റ്. ദാറ്റ് മീൻസ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച്, അതിൻ്റെ റേറ്റും. അല്ലെങ്കിൽ സൈലൻ്റ് ആണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ടതായി പറ്റില്ല. അടുത്തത്, ഇഫ് ദർ ഈസ് നോ സച്ച് പ്രൊവിഷൻ ഇൻ ദ ഡീഡ്, പാർട്ട്നേഴ്സ് ഹാവ് നോ റൈറ്റ് ടു ക്ലെയിം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതായത് ഇനി ഡീഡിൽ അത് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പാർട്ട്നേഴ്സിന് അത് ക്ലെയിം ചെയ്യാൻ പോലുമുള്ള റൈറ്റും ഇല്ല. കാരണം പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറയാത്ത കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. ഇൻട്രസ്റ്റ് ഈസ് ജനറലി കാൽക്കുലേറ്റഡ് ഓൺ ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആൻഡ് ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക ആ പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്ണർ കൊണ്ടുവന്നിട്ടുള്ള ഓപ്പണിംഗ് ക്യാപിറ്റൽ, അതായത് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്ങിൽ നിന്നാണ് നമ്മൾ ജനറലി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ അത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ് കൺസിഡറിങ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പ്രോബ്ലംസ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ കൃത്യമായും അറിഞ്ഞിരിക്കേണ്ട കൺസിഡർ ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. 1, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. 2, എമൗണ്ട്, എത്ര എമൗണ്ടിൻ്റെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 3-മത്തെ പീരീഡ്, അതായത് എത്ര കാലഘട്ടത്തേക്കാണ്, അതായത് ഒരു ഇയർ ഫുള്ള് ഉണ്ടോ അല്ലെങ്കിൽ ഇയറിൻ്റെ ഏത് ഡേറ്റ് മുതൽ ഡേറ്റ് വരെയുള്ളതാണ്. പ്രത്യേകിച്ച് ആ ഫേമിൻ്റെ ഫിനാൻഷ്യൽ ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണം. It should be noted that no interest on capital is payable if the firm is working at a loss. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് എക്സാമിന് വരാറുണ്ട്. അതായത് ഒരു ഫേം
അറ്റ് പ്രസൻറ്റ് ലോസിലാണ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫോമിന് ഒരിക്കലും പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ സാധിക്കില്ല. ദെൻ നമുക്കിപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണാം ഒരു ബോക്സ്. നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു കോമൺ ഫോർമുലയാണത്. നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഓഫ് ദ പാർട്ട്ണർ ഇൻറ്റു റേറ്റ് ഇൻറ്റു പീരീഡ് ഫോർ വിച്ച് എമൗണ്ട് റിമെയിൻഡ് ഇൻ ദ ബിസിനസ്. ശ്രദ്ധിക്കുക, ആ പാർട്ട്ണർ കൊണ്ടുവന്ന ക്യാപിറ്റൽ, ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പ്രത്യേകിച്ച് പീരീഡ് നോക്കുക. ആ നമ്മുടെ ക്യാപിറ്റൽ എത്ര നാൾ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഒരു ജനറൽ കോമൺ ഫോം. അടുത്തത് നമ്മൾ പോകുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില സെർട്ടൈൻ സിറ്റുവേഷൻസ് ആണ്, അല്ലെങ്കിൽ കേസുകളാണ്. അതിൽ ഫസ്റ്റ് വൺ സ്ക്രീനിൽ കാണാം. വെൻ ദർ ഈസ് നോ അഡീഷൻ ഓർ withdrawal from the capital during the year. That means ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ ആ ഫേമിൽ കൊണ്ടുവന്ന ക്യാപിറ്റൽ കൂടാതെ അഡീഷണലോ അല്ലെങ്കിൽ പുതിയതായിട്ട് വിഡ്രോവലോ അഡീഷണലോ ഒന്നും സംഭവിക്കാത്ത ഒരു കേസ് ആണെങ്കിൽ നോക്കാം. അണ്ടർ ദിസ് മെത്തേഡ് ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് ദ പ്രിസ്ക്രൈബ്ഡ് റേറ്റ് ഫോർ വിച്ച് ഹോൾ ഇയർ ഫോർ ദ ഹോൾ ഇയർ ഓൺ ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ദർ ഇസ് നോ അഡീഷൻ ടു ഓർ വിഡ്രോവൽ ഫ്രം ദ ക്യാപിറ്റൽ, അങ്ങനെ സിറ്റുവേഷൻ ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത് ദ പ്രിസ്ക്രൈബ്ഡ് റേറ്റിൽ ഫോർ ദ ഹോൾ ഇയർ. ബിക്കോസ് ആ ക്യാപിറ്റൽ ഒന്നും സംഭവിച്ചിട്ടില്ല, ദ ബിഗിനിങ് ഓഫ് ദ ക്യാപിറ്റൽ എൻഡ് വരെ അങ്ങനെ തന്നെയുണ്ട്, കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല. നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിളാണ്. എക്സാമ്പിൾ നമ്പർ 19. C and D are partners sharing profits and losses equally. Their capitals on 1st January 2010 were C rupees 20,000 and D rupees 30,000. Then interest on capital നമ്മൾ പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ട് 6% per annum for their ending 31st December 2010. ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1st January 2010 തുടങ്ങി 31st December 2010 അവസാനിക്കുന്നതാണ്. ഇതിൽ അഡീഷൻസോ അല്ലെങ്കിൽ വിഡ്രോവൽസോ ഒന്നും വന്നിട്ടില്ല. സോ നമുക്കിതിൻ്റെ സൊല്യൂഷൻ നോക്കാം. സിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം ക്യാപിറ്റൽ ഓഫ് സി 20,000 ആണ്. ദെൻ 6% ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ദെൻ ദ ഹോൾ ഇയർ ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ മുതൽ എൻഡ് ഓഫ് ദ ഇയർ വരെ ആ പർട്ടിക്കുലർ എമൗണ്ട് ആ ഫോമിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 6/100 മാത്രം എടുത്താൽ മതി. 1,200 ആണ് സിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതുപോലെ തന്നെയാണ് ഡിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 30,000 ആണ് ആളുടെ ക്യാപിറ്റൽ, 6% 1,800. സോ ഇതാണ് കേസ് നമ്പർ 1. ദെൻ നമുക്ക് അടുത്തൊരു സിറ്റുവേഷനിലേക്ക് പോയി നോക്കാം. കേസ് നമ്പർ 2. When there is additional capital contributions during the accounting year. പ്രത്യേകം ശ്രദ്ധിക്കുക, പുതിയതായിട്ട് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻസ് അഡീഷൻ ക്യാപിറ്റൽ ആൾ കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ, അത് അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഇൻ ദിസ് കേസ് ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. ഓൺ ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫോർ ദ ഫുൾ ഇയർ. ദാറ്റ് മീൻസ് ആൾ ആദ്യം കൊണ്ടുവന്ന ക്യാപിറ്റൽ അവിടെ ഉണ്ടായിരിക്കും. അതെന്തായാലും മുഴുവൻ ഇയറും, അതായത് ഫ്രം ദ ബിഗിനിങ് തൊട്ട് എൻഡ് വരെ അവിടെ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ നമ്മൾ ഫുൾ ഇയറിൻ്റെ ഇൻട്രസ്റ്റ് കണക്കാക്കുക. Then on additional capital from the date of contribution to the end of the period. എന്നാണോ കൊണ്ടുവന്നത് അന്ന് മുതൽ അതിൻ്റെ എൻഡ് ഓഫ് ദ പീരീഡ് വരെയാണ് അതിൻ്റെ കണ്ടുപിടിക്കാൻ. അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ നമ്പർ 20. പ്രോബ്ലം ഉണ്ട്. A and B are partners in a firm. The capital accounts showed the balance on 1st January 2010 rupees 30,000 and B rupees 20,000. During the year 2010, A introduced additional capital of rupees 10,000 on 1st June. ശ്രദ്ധിക്കുക, ഡേറ്റ് ശ്രദ്ധിക്കണം. 1st June 2010 and B brought on rupees 15,000 on 1st July 2010. Interest on capital is allowed at the rate of 6% per annum. Account have closed on 31st December every year. Calculate interest on capital to be allowed to A and B for the year 2010. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് അഡീഷണൽ ക്യാപിറ്റൽ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അഡീഷണൽ ക്യാപിറ്റൽ എന്നാ കൊണ്ടുവന്നേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നോക്കാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. എൻ്റെ സൊല്യൂഷൻ നോക്കാം. ഇൻ ദ ബിഗിനിങ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിടെയാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്കറിയാം ആൾ കൊണ്ടുവന്ന ദ ബിഗിനിങ് ഓപ്പണിംഗ് ക്യാപിറ്റൽ 30,000 ആണ്. അതിലൊന്നും സംഭവിച്ചിട്ടില്ല. സോ അതിൻ്റെ 30,000-ൻ്റെ 6% ഫോർ ദ ഫുൾ ഇയർ. 30,000 × 6/100 1,800. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്
നമുക്ക് അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു 10,000 റുപ്പീസാണ്. ആ 10,000 റുപ്പീസ് കൊണ്ടുവന്നിരിക്കുന്നത് ഓൺലി ഒരു 7 മാസം മാത്രമേ അത് ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൽ കൃത്യമായിട്ട് അതിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. 10,000 റുപ്പീസ് കൊണ്ടുവന്നിരിക്കുന്നത് 1st ജൂലൈയിലാണെന്ന് തോന്നുന്നു അല്ലേ? യെസ്, 1st ജൂണിലാണ്. അപ്പോൾ ജൂൺ മുതൽ ഡിസംബർ വരെ 7 മാസം. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. സോ 7 മാസമാണ് ആ എമൗണ്ട് അവിടെ ഉണ്ടായിട്ടുള്ളൂ. സോ 10,000 ഇൻറ്റു 6/100 ഇൻറ്റു 7/12 350. സോ എയുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,800 പ്ലസ് 350 2,150 രൂപയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ₹20,000 അറ്റ് ദ റേറ്റ് ഓഫ് 6% ഫോർ ഫുൾ ഇയർ. ദാറ്റ് മീൻസ് ബിഗിനിങ്ങിൽ കൊണ്ടുവന്ന 20,000 അത് 12 മാസം അവിടെ ഉണ്ടായിരുന്നിട്ടുണ്ട്. സോ 6/100 1,200. ദെൻ ബി കൊണ്ടുവന്ന അഡീഷണൽ എമൗണ്ട് ആയിട്ടുള്ള 15,000 1st ജൂലൈയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 1st ജൂലൈയിൽ എന്ന് പറയുമ്പോൾ ജൂലൈ മുതൽ ഡിസംബർ വരെ 6 മാസം. സോ 15,000 ഇൻറ്റു 6/100 ഇൻറ്റു 6/12 450. സോ നമുക്ക് ബിയുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,200 പ്ലസ് 450 ഈസ് ഇക്വൽ ടു 1,650. ഇതാണ് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നാൽ നമ്മൾ ചെയ്യേണ്ടത്. ഓൾറെഡി നമ്മൾ പ്രോബ്ലങ്ങൾ ചെയ്തപ്പോൾ ഈ മോഡലുകൾ ചെയ്തിട്ടുണ്ട് എങ്കിലും എക്സാമിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചിലപ്പോൾ ചില സിംഗിൾ പ്രോബ്ലംസ് ആയിട്ട് ഇത് വരാറുണ്ട്. സോ കാൽക്കുലേഷൻ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. നമുക്ക് അടുത്തൊരു കേസിലേക്ക് നോക്കാം. വെൻ ദർ ഈസ് വിഡ്രോവൽ, നമുക്ക് കൊണ്ടുവന്ന ക്യാപിറ്റൽ, അതായത് പാർട്ട്നേഴ്സ് കൊണ്ടുവന്ന ക്യാപിറ്റലിൽ അവർ വിഡ്രോവൽ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 തരം വിഡ്രോവൽ ഉണ്ട്. പെർമനൻറ്റ് വിഡ്രോവൽ ഉണ്ട്, അതുപോലെ തന്നെ ഒരു നോർമൽ ടെമ്പററി വിഡ്രോവൽ ഉണ്ട്. അത് തിരിച്ചു കൊണ്ടുവരും, അതിന് വേണ്ടി വിഡ്രോ ചെയ്യുന്നതാണ്. പക്ഷേ പെർമനൻറ്റ് വിഡ്രോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആയിട്ട് അവർ കൊണ്ടുവന്ന ക്യാപിറ്റലിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ്. പെർമനൻറ്റ് വിഡ്രോവൽ വരുമ്പോഴാണ് ഈ സിറ്റുവേഷൻ വരുന്നത്. കേസ് നമ്പർ 3 നോക്കാം. ഓൺ ദിസ് കേസ് ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. നോക്കാം. ഓൺ ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ്. നമ്മൾ പല മെത്തേഡുകളും പല ടെക്സ്റ്റുകളും പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മളിവിടെ പറയുന്നത്. ആദ്യം തന്നെ നോക്കാം. നമുക്ക് കൊണ്ടുവന്ന ആ ഫോമിൽ ആ പാർട്ട്ണർ കൊണ്ടുവന്ന ഓപ്പണിംഗ് ക്യാപിറ്റലിനെ ഫുൾ ഇയറിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ ഓൺ ദ എമൗണ്ട് ഓഫ് വിഡ്രോവൽ വിത്തിൻ ബ്രാക്കറ്റിൽ കാണാം അതർ ദാൻ യൂഷ്വൽ ഡ്രോയിങ്സ്. അതായത് യൂഷ്വൽ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അത് അങ്ങനത്തെ പ്രോബ്ലത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും അത് പെർമനൻ്റ് ആണോ, ഏത് തരത്തിലുള്ള വിഡ്രോവൽ ആണെന്ന്. ഡ്യൂറിങ് ദ ഇയർ ഇൻട്രസ്റ്റ് ഫോർ ദ പീരീഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് വിഡ്രോവൽ ടു ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഈസ് കാൽക്കുലേറ്റഡ് ആൻഡ് ഡിഡക്റ്റഡ് ഫ്രം ദ ടോട്ടൽ ഇൻട്രസ്റ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എന്നാണോ വിഡ്രോ ചെയ്യുന്നത് ആ ഡേറ്റ് മുതൽ ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡ് വരെയുള്ള ഡേറ്റിൻ്റെ ആ പർട്ടിക്കുലർ എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് അത് നമ്മൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ചെയ്യുന്ന കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ടിൽ നിന്ന് അത് ഡിഡക്റ്റ് ചെയ്യുന്നു. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് കുറച്ചുകൂടി ക്ലിയർ ആവും. നമുക്ക് നോക്കാം. ഒരു പ്രോബ്ലം നോക്കാം. M and N are partners sharing profits and losses in the ratio of 3:2. The capital balance on 1st January 2020 were rupees 40,000 and 30,000 respectively. On 1st July, ശ്രദ്ധിക്കുക, 1st July 2010, M had withdrawn rupees 10,000 and 1st September 2010, N's withdrawal rupees 6,000 out of capital. Calculate the interest on capital at the rate of 6% per annum for the year ending 31st December 2010. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ശ്രദ്ധിച്ചാൽ കാണാം, ബിഗിനിങ് കൊണ്ടുവന്ന ക്യാപിറ്റലിൽ നിന്ന് നമ്മുടെ എമ്മും അതുപോലെ എന്നും ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ, അതായത് ജൂലൈയിൽ എം ഒരു 10,000 വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1st സെപ്റ്റംബറിൽ എൻ ഒരു 6,000 വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് പെർമനൻറ്റ് വിഡ്രോവൽ തന്നെയാണ്. സോ ഇങ്ങനെ വന്നാൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്കൊന്ന് നോക്കാം. കാൽക്കുലേഷൻ ഓഫ് എംസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ rupees 40,000. ശ്രദ്ധിക്കുക, എം കൊണ്ടുവന്ന ബിഗിനിങ്ങിൽ കൊണ്ടുവന്ന ക്യാപിറ്റൽ 40,000 ആയിരുന്നു. ആ 40,000ൻ്റെ നമ്മൾ ഫുൾ ഇയറിലെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു. 6% സോ 6/100 2,400. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഇതുവരെയുള്ള ചെയ്ത കേസുകളൊക്കെ ആഡ് ആയിരുന്നെങ്കിൽ ഇവിടെ ലെസ്സാണ് വരുന്നത്. എന്താണ് ലെസ് ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇൻട്രസ്റ്റ് ഓഫ് ഡ്രോയിങ്സ്, അതായത് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് ഓഫ് rupees 10,000, അത് 10,000 ഡ്രോയിങ്സ് ആണ്.
അതെന്നാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ആ ഡേറ്റ് മുതൽ നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് വരെ 6 മാസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ 10,000-ൻ്റെ 6/100 ഇൻറ്റു 6/12. ശ്രദ്ധിക്കുക, ഈ 6 എടുക്കാൻ കാരണം അത് 6 മാസം ഉള്ളപ്പോൾ, അതായത് നമ്മുടെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ജൂലൈയിലാണ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ നമുക്ക് ഇത്രയും 6 മാസത്തെ ഡേറ്റുകളിൽ ഉള്ളപ്പോഴാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 6 മാസത്തെ ബാക്കിയുള്ളപ്പോഴാണ് വിഡ്രോവൽ നടത്തിയിരിക്കുന്നത്. സോ 10,000 ഇൻറ്റു 6/100 ഇൻറ്റു 6/12 300. ഇനി നമുക്ക് നേരത്തെ കണ്ടുവച്ച 2,400-ൽ നിന്ന് എമ്മിൻ്റെ ടോട്ടൽ ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ 2,400 ആണ് എൻ്റെ ബിഗിനിങ് മുതൽ എൻഡ് വരെയുള്ള 40,000 ഇൻട്രസ്റ്റ്. അതിൽ നിന്ന് വിഡ്രോവൽ നടത്തിയ 10,000-ൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 300 നമ്മൾ ലെസ് ചെയ്യുന്നു. അപ്പോൾ 2,400 മൈനസ് 300 2,100. ഓക്കെ, കാൽക്കുലേഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ ഈ എന്നിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. എന്നിൻ്റെ ബിഗിനിങ് ആൾ കൊണ്ടുവന്ന ക്യാപിറ്റൽ, ഐ മീൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ 30,000 ഉണ്ട്. അതിൻ്റെ 6% 1,800. ദെൻ എന്ന് വിഡ്രോവൽ നടത്തിയിരിക്കുന്നത് സെപ്റ്റംബറിലാണ്. സോ സെപ്റ്റംബർ മുതൽ 6,000 രൂപയാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസം. അപ്പോൾ 4 മാസം ബാക്കിയുള്ളപ്പോഴാണ് വിഡ്രോവൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ 6,000-ൻ്റെ 6% ഇൻറ്റു 4/12 120. അപ്പോൾ എന്നിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടോട്ടൽ കണ്ടുപിടിക്കണമെങ്കിൽ 1,800-ൽ നിന്ന്, അതായത് 30,000-ൻ്റെ ഒരു ഫുൾ ഇയറിൻ്റെ ഇൻട്രസ്റ്റിൽ നിന്ന് ആ 6,000-ൻ്റെ 4 മാസത്തെ ഇൻട്രസ്റ്റ് നമ്മൾ കുറയ്ക്കുന്നു. 1,800 മൈനസ് 120, അപ്പോൾ 1,680 രൂപ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ വിഡ്രോവൽ വന്നാൽ നമ്മൾ കാൽക്കുലേറ്റ് കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്തൊരു കേസും കൂടിയുണ്ട്, നോക്കാം. ഇഫ് ഓപ്പണിംഗ് ബാലൻസ് ഈസ് നോട്ട് ഗിവൻ. ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ പ്രോബ്ലങ്ങളിലും അല്ലെങ്കിൽ കേസുകളിലും നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും അവരുടെ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ ബാലൻസ് എത്രയാണെന്ന് തന്നിട്ടുണ്ടായിരിക്കും. നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിലും ഇനി ശ്രദ്ധിക്കുക, എല്ലാത്തിലും തന്നിട്ടുള്ള എമൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത്. പക്ഷേ ഇനി 4ാമത്തെ കേസ് എന്ന് പറയുന്നത് ഇഫ് ഓപ്പണിംഗ് ബാലൻസ് ഈസ് നോട്ട് ഗിവൻ. ഇഫ് ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഈസ് നോട്ട് ഗിവൻ, it is arrived by subtracting those items which have been added to capital. അതായത് നമ്മുടെ ക്യാപിറ്റലിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്തുകൊണ്ടും ബൈ ആഡിങ് ദോസ് ഐറ്റംസ് വിച്ച് ഹാവ് ബീൻ സബ്സ്ട്രാക്റ്റഡ്, ലെസ് ചെയ്തിട്ടുള്ള ഐറ്റംസിൽ തിരിച്ച് ആഡ് ചെയ്തുകൊണ്ടുമാണ് നമ്മൾ ഈ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. Thus the calculation of opening capital will be as follows. അതിന് നമ്മളൊരു ഷെഡ്യൂൾ ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾ സ്ക്രീനിൽ കാണാം. ഇതുപോലെയാണ് നമുക്കൊരു പ്രോബ്ലത്തിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല, പകരം ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ആണ് തന്നിട്ടുള്ളത് എങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഷെഡ്യൂളാണിത്. നോക്കാം. ആ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് ആദ്യം തന്നെ നമ്മൾ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ കാണാം, എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ ആഡ് ഡ്രോയിങ്സ് നമ്മൾ ഓൾറെഡി കുറച്ചിരുന്ന എമൗണ്ട് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കാണാൻ അത് തിരിച്ച് ആഡ് ചെയ്യണം. സോ ഡ്രോയിങ്സ് ആഡ് ചെയ്തു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആഡ് ചെയ്തു. ഇനി ചില സിറ്റുവേഷനിൽ ലോസ് ഉണ്ടെങ്കിൽ, ലോസോ പ്രോഫിറ്റ് ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ, ലോസ് ആണെങ്കിൽ ഇഫ് എനി അതുകൂടി തിരിച്ച് ആഡ് ചെയ്യണം. ദെൻ അതിൻ്റെ ടോട്ടൽ നമ്മൾ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയറിൽ ആഡ് ചെയ്തു. അതിൽ നിന്ന് പാർട്ട്നേഴ്സിൻ്റെ സാലറി, പാർട്ട്നേഴ്സിൻ്റെ കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ്, അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതും കൂടി ലെസ് ചെയ്തിട്ട് ആ എമൗണ്ട് ടോട്ടലിൽ നിന്ന് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ എന്ന് പറയുക. ഇനി ക്യാപിറ്റൽ ഓഫ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വെച്ച് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. സോ നമ്മൾ കഴിഞ്ഞ 3 കേസുകളിൽ നമുക്ക് തന്നിട്ടുള്ളത് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ ആയിരുന്നു. പക്ഷേ ചില സിറ്റുവേഷനിൽ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ വന്നാൽ അത് കാൽക്കുലേറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ഇതിൽ വെച്ച് നോക്കാം. ഒരു എക്സാമ്പിൾ നമ്പർ 22. A and B are partners in a business. The capital at the end of the year were, ശ്രദ്ധിക്കുക, കണ്ടോ, ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ആണ് തന്നിരിക്കുന്നത്, ₹46,000 and 34,000 respectively. During the year 2011, A's drawings and B's drawings, രണ്ടുപേരും ഡ്രോയിങ്സ് പറഞ്ഞിട്ടുണ്ട്, 6,800-ഉം 10,700-ഉം. The interest on drawings charged was ₹200, Aയുടെ 200-ഉം Bയുടെ 300-ഉം. A had been credited with a salary of 3,000. Aക്ക് സാലറി ഉണ്ട്. B with a commission of 4,000. Bക്ക് കമ്മീഷൻ ഉണ്ട്. Profit during the year, ആ കമ്പനിക്ക് പ്രോഫിറ്റ് ആയിരുന്നു, പ്രോഫിറ്റ് 30,000 ആണ്. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദ റേറ്റ് ഓഫ് 6% per annum for the year ending 31st December 2011. 2011 അവസാനിക്കുന്ന
11 ഡിസംബറിൽ അവസാനിക്കുന്ന ഒരു ഫോമാണ്. നമുക്ക് അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനു മുമ്പ് നമുക്ക് നോക്കാം. ഇൻ ദിസ് പ്രോബ്ലം ദ ക്ലോസിംഗ് ക്യാപിറ്റൽസ് ആർ ഗിവൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഈ പ്രോബ്ലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്, നമുക്ക് ബിഗിനിങ് ക്യാപിറ്റൽ അല്ല ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിരിക്കുന്നത്. സോ ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്. സോ അതിന് നേരത്തെ നമ്മൾ കണ്ട ആ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കണം. നമുക്ക് ഈ പ്രോബ്ലത്തിൽ നോക്കാം. അതിന് തന്നെ എയുടെ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് ആസ് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ തന്നിട്ടുണ്ട് 46,000. അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് നമ്മൾ ആഡ് ചെയ്യുന്നു. ദെൻ ഇതൊക്കെ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളതാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നേരിട്ട് എമൗണ്ട് തന്നിരിക്കുന്നത്, നമ്മളത് ആഡ് ചെയ്തു. ദെൻ ഇത്രയേ ഉള്ളൂ ആഡ് ചെയ്യാനുള്ള ഐറ്റംസ്. നമ്മൾ ആഡ് ചെയ്തപ്പോൾ 7,000 വരുന്നുണ്ട്. 7,000 46,000 കൂടെ ആഡ് ചെയ്യുന്നു. സോ നമുക്ക് 53,000 കിട്ടി. അതിൽ നിന്ന് പാർട്ട്നേഴ്സിൻ്റെ സാലറി, എക്ക് സാലറി ഉണ്ട്, അതുപോലെ തന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റ്. നമുക്ക് ഈ പ്രോബ്ലത്തിൽ പ്രോഫിറ്റ് 30,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവരുടെ റേഷ്യോ പറഞ്ഞിട്ടില്ല പ്രോബ്ലത്തിൽ. റേഷ്യോ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഈക്വൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് നമ്മൾ മനസ്സിലാക്കി. അത് നമ്മൾ പ്രോബ്ലത്തിൽ മെൻഷൻ ചെയ്തിട്ടില്ല, അങ്ങനെയായിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ 30,000ൻ്റെ 1/2 പകുതിയാണ് എക്ക് കിട്ടുക, അതായത് 15,000, അതായത് 18,000 രൂപയാണ് നമുക്ക് കുറയ്ക്കേണ്ടതായിട്ട് വരിക. സോ നമുക്കിവിടെ എയുടെ ബിഗിനിങ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 35,000 ആണ്. ഇപ്പോൾ എയുടെ ബിഗിനിങ് ക്യാപിറ്റൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി എയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കണമെങ്കിൽ ആ 35,000ൻ്റെ 6% കാണണം. ആസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദ റേറ്റ് ഓഫ് 6% ഈസ് ഈക്വൽ ടു 35,000 × 6/100 2,100 രൂപയാണ്. ഓക്കെ, അപ്പോൾ എയുടെ കാൽക്കുലേഷൻ കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ ബിയുടെ കാൽക്കുലേഷൻ നോക്കാം. ഇത് ഒരു സെയിം ഇതിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടി എളുപ്പത്തിന് ഞാൻ 2 സ്ക്രീനിൽ കാണിച്ചു എന്നേ ഉള്ളൂ. നോക്കാം. ബിയുടെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ 34,000 തന്നിട്ടുണ്ട് പ്രോബ്ലത്തിൽ. അതിൽ ഡ്രോയിങ്സ്, അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ ആഡ് ചെയ്തു. 11,000 വന്നു. ഇപ്പോൾ 45,000 ആയിട്ടുണ്ട്. അതിൽ നിന്ന് പാർട്ട്നേഴ്സ് കമ്മീഷൻ, അതുപോലെ തന്നെ പാർട്ട്നേഴ്സിൻ്റെ ബിയുടെ പ്രോഫിറ്റ് ഈക്വൽ ഷെയർ ആയതുകൊണ്ട് 15,000 തന്നെയാണ്. സോ 4,000 15,000 അതിന് ലെസ് ചെയ്യുന്നു, അതായത് 19,000 ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് 26,000 ആണ്. ബിയുടെ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദെൻ ബിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. അറ്റ് ദ റേറ്റ് ഓഫ് 6%, 26,000 × 6/100 1,560 രൂപയാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കേസ് നമ്പർ 4, അതായത് നമുക്ക് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ആണ് തന്നിരിക്കണേ എങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു രീതിയാണിത്. ഓക്കെ, നമ്മൾ 4 കേസുകൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഇനി പോകുന്നത്, നമ്മൾ കുറച്ച് പ്രോബ്ലംസ് തരാണ് നിങ്ങൾക്ക്. ഇതുപോലെ ഇപ്പോൾ ചെയ്ത മോഡൽ തന്നെ പ്രോബ്ലംസ് തന്നെയാണ്. കൃത്യമായിട്ട് എഴുതിയെടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ നമ്പർ ഇതേ ഓർഡറിൽ തന്നെ എഴുതിയെടുത്തിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ അക്കൗണ്ടൻസി നോട്ടിൽ കൃത്യമായി ഈ പ്രോബ്ലംസ് ചെയ്യുക. ഞാൻ 5 പ്രോബ്ലംസ് ഇതിലിട്ടിട്ടുണ്ട്. 6 പ്രോബ്ലം ഉണ്ട്. എല്ലാവരും എഴുതിയെടുക്കുക. പ്രോബ്ലംസ് കൃത്യമായി വായിക്കുക. നമ്മളിപ്പോൾ ചെയ്ത മോഡലുകൾ തന്നെയാണ്. ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പ്രോബ്ലം എഴുതിയെടുത്തിട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നെടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് പ്രോബ്ലംസും ഇതിൻ്റെ എൻഡിൽ തന്നിട്ടുണ്ട്. എല്ലാവരും കൃത്യമായി എഴുതിയെടുത്ത പ്രോബ്ലംസ് ചെയ്യുക. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.